ആവു ചാമിക്കുട്ടിയെ ആവു നിക്ക് ഇത്തിരി ഇവിടെ വാടപ്പാ ഞാനൊരു ചേതി പറയാനാണ് സങ്കടം. എന്താണ്? ആവു എന്താണ് എന്നാ കൊഴിഞ്ഞാമ്പാറയില് ഇന്നിപ്പോ ഒരു പൊട്ടു സ്വർണത്തിന്റെ മൂക്കത്തി ഇട്ടിട്ട് വെളിയിൽ പോയാ ഉസിരി കിട്ടില്ല ചാമിക്കുട്ടി. എന്താ ഞാൻ അറിഞ്ഞു. ഒരു തള്ളനിയവേ കൊഴിഞ്ഞാമ്പാറയില് മൂക്കത്തിനെ കട്ടിന്റെ അടുത്ത് തള്ളനിയും പറഞ്ഞത്. അതെന്നെപ്പോ നാട്ടില് ഇതുവരെ പിടിച്ചു പറിക്കാറ് ചങ്ങല പറിച്ചിട്ടാണ് കോരുന്നത്. കയ്യില് മോതിരുവോ വളയോ ചങ്ങലിയൊക്കെ കൊണ്ടുപോകുള്ളൂ. ഇപ്പൊ കേവലം നിങ്ങൾ ഇട്ട പോലെ മൂക്കത്തി പൊട്ടിപ്പോ വെളി കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറയില് ആട്ടയം പതിയില്ല എവിടെയോ മഹാഭാവികള് ചോദിച്ചതാണെങ്കിൽ ഊരി കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളെ കൊല്ലും മൂക്കത്തി തരിയും പറഞ്ഞ അത് ഊരി കൊടുത്തിട്ടുണ്ടാവും. കൊന്നിട്ട് ഊരിയിട്ട് പോയിരിക്കാണ്. പോട്ടെ, കൊന്നു ഊരിയിട്ട് പോയി. ആ മൃതദേഹത്തിനെ പാവികള് ഒരു ടാങ്കിന്റെ ഉള്ളിലിട്ട് കരിച്ചു കളഞ്ഞിരിക്കുകയാണ്. എത്ര വലിയ അക്രമമാണ് നോക്കി. സാധാരണ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുവോ? 19 വയസ്സും 17 വയസ്സും പ്രായമുള്ള പിള്ളേരാണ് ഇതിന് നിന്നിരിക്കണത്. പിള്ളേര് 19, 17 പ്രായമുള്ള പിള്ളേരാണ് ഇതിന് നിന്നിരിക്കണേ. പോലീസ് പിടിച്ചല്ലോ. അപ്പോ ഇതൊക്കെ ചെയ്യിക്കണത് ഇപ്പൊ നാട്ടിൽ പെരുകി വന്ന മയക്കുമരുന്നാണ്. ഈ മയക്കുമരുന്ന് വാങ്ങാനും അത് ഉപയോഗിക്കാനും വേണ്ടി കാശ് കിട്ടാണ്ടാവുമ്പോ ആൾക്കാരനെ തല്ലാനും കൊല്ലാനും ഇപ്പൊ മടിക്കാണ്ടായില്ലേ. ഇതൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പൊ ഈ പിള്ളേർ സ്വയബുദ്ധിയിലാണ്. കേവലം മൂക്കത്തി പൊട്ടിനാണ് ഇപ്പൊ ഒരു എന്താ പറയാ ജീവനെ കൊന്നു തള്ളിയത്. കൊന്ന് കരിച്ചു കളഞ്ഞു. സാധാരണ കൊന്നു തള്ളുക പറയും. ഇതിപ്പോ കൊന്ന് കരിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്താ നാടിന്റെ ഒരു പോക്ക് ആലോചിച്ചു നോക്കി. നിങ്ങളെ പോലുള്ളവര് ചങ്ങലിയും മാലിയോ മൂക്കത്തിയോ കടുക്കനോ ഇട്ടിട്ട് ഇപ്പൊ വെളിയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഉസിരി കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വരുത്തുന്നത് ഈ ലഹരിയാണ്. ഈ ലഹരി പെരുകിയതോടുകൂടി മനുഷ്യന്മാരുടെ സ്വയബുദ്ധി ചെറുത് വലുതെന്നില്ല, ആണ് പെണ്ണ് എന്നില്ല. ഇന്നത്തെ കാലത്ത് ചില പെൺകുട്ടികളും കൂടി ഈ ലഹരി പെട്ടിട്ട് അവരുടെ ജീവിതം അസ്തുവാകുന്നുണ്ട്. പല കേസിലും പെടുന്നുണ്ട്. അപ്പൊ ആണ് പെണ്ണ് എന്നില്ല. ആകെ നശിച്ചു നാശമായി നാട്. എന്താ പിന്നെ ഈ ഓപ്പറേഷൻ തൂഫാൻ പറഞ്ഞ പോലീസിന്റെ നടപടി ഇപ്പൊ വന്നിട്ടുണ്ട്. അത് ഒട്ടുമിക്ക ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ അപ്പം ചുട്ട് പെരുകും പോലെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പൊതുവെ പറഞ്ഞ നമ്മുടെ പാലക്കാട്ടുകാര് നിഷ്കളങ്കരാണ്, പച്ചപ്പാവങ്ങൾ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളവന്മാരിനെ കൊണ്ട് ആ പേര് കളഞ്ഞു കുളിച്ചില്ലപ്പോ, മാനമില്ലാണ്ടായില്ലപ്പോ നമ്മുടെ നാട്ടില്. കള്ളന്മാരും പിടിച്ചു പറിക്കാരും കൊള്ളക്കാരും ഈ പീഡനം മാരണങ്ങൾ ചെയ്യുന്നവരൊക്കെ നാട്ടിൽ പെരുകി വന്നിരിക്കുകയാണ്. സമാധാന അന്തരീക്ഷം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പാവം തള്ളമ്മയാണ് അതിനെയല്ലേ കൊന്നിരിക്കണ്. ആലോചിച്ച് നോക്കി. അത് മൂക്കത്തി പൊട്ടിന് വേണ്ടി ആയിരക്കണക്കിന് 10,000 ഉറപ്പിക്കോ വേറെ വലിയ പണ്ടത്തിനോ മുതലിനോ അല്ല, കേവലം മൂക്കത്തി പൊട്ട്. അപ്പൊ ഇതാണ് നാടിന്റെ അവസ്ഥ. നിങ്ങളെ പോലുള്ളവരെ മൂക്കത്തിപ്പാട്ടൊക്കെ ഇട്ടിട്ട് വെളിയിലേക്ക് പോണത് ആലോചിക്കേണ്ടതാ ഇപ്പോഴത്തെ അവസ്ഥയില്. അതെന്താ അങ്ങനെ പറയുന്നല്ല, നാടൊട്ടുക്കും അങ്ങനെയല്ല. ചില ആളുകളുടെ മനസ്സാണല്ലോ ഇപ്പൊ ഇതിങ്ങനെ കണ്ടത്. ചില ദുഷ്ടന്മാര് എന്തൊക്കെ കരുതിയിരിക്കണ്, എന്തൊക്കെ വിചാരിച്ചിരിക്കണ്, ആരിനെയൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് വയസ്സായവർ. അപ്പൊ സൂക്ഷിക്കണം പറയാണ്. ചങ്ങലയും മാലിയും ഒക്കെ ഇട്ടിട്ടേ വെളിയിൽ പോകുമ്പോ ഗോൾഡ് ഒക്കെ ഇട്ടാ മതി. കേവലം മൂക്കത്തി പൊട്ട് വെളിയിൽ കാണിക്കാൻ പറ്റാത്ത കാലുമായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒക്കെ ശരിയാണ്. ഞാൻ പറയും അതന്നെ ഞാനും കേട്ടാകെ നടുങ്ങിയില്ലേ. നമ്മുടെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയില് ആട്ടയമ്പതിയോ എവിടെയോ ആണ് തള്ളമ്മനെ ഇങ്ങനെ ചെയ്തിരിക്കണു പറയുമ്പോ
നമ്മുടെ പച്ച വിരിച്ച പാലക്കാടിന്റെ മനസ്സുകളാണ്, പച്ച മനസ്സുകളാണ്, സ്നേഹമുള്ളവരാണെന്നൊക്കെ ഉള്ള പേര് ഇതുപോലുള്ള മഹാഭാവികളെ കൊണ്ട് ഇല്ലാണ്ടാക്കുക. എന്താ ചെയ്യുന്നു? സൂക്ഷിക്കുകയല്ലാണ്ട് നിവൃത്തിയില്ല. വെളിയിൽ പോകുമ്പോ ഒക്കെ നല്ല സൂക്ഷ്മം വേണം കേട്ടോളി. അപ്പൊ അതാണ്, പേടിക്കണ്ട, ജാഗ്രത മതി എന്ന് പറയും പോലെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. അതാണ്. അപ്പൊ ലഹരിനെ ഇല്ലാണ്ടാക്കണം, അപ്പോഴേ സ്വയബുദ്ധി നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം കേടുവരുത്തുന്നത് ലഹരിയല്ലേ. ഇത് കഴിക്കുമ്പോഴേക്ക് എല്ലാ ബോധവും പോയില്ലേ, മനുഷ്യത്വം നശിച്ചു പോകുകയല്ലേ, പല മൃഗങ്ങളിനേക്കാളും മോശമാകുകയല്ലേ. നാടിന്റെ അവസ്ഥ ഇതാണ്. ഒന്നും പറയണ്ട. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ സൂക്ഷിച്ചിട്ട് ഏത് ഒക്കെ ഈ പിച്ചളയും കണ്ണി കണ്ടതൊക്കെ ഇട്ടിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. ഒന്നും പറയണ്ട. അതാണ് അവസ്ഥ. ശരിയപ്പോ ഞാനിങ്ങനെ ആടുംപെട്ട് വന്നതാണ്. അതാണ് കണ്ട, നമ്മുടെ പാലക്കാട് ഇപ്പോ ആടും മാടിനും ഇതാ ഒരടി അങ്ങോട്ട് അനങ്ങണില്ല, നിന്ന് മേയാണ്. അപ്പൊ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ആടും മാടുകൾക്ക് കൊണ്ട കോളാണ്. ഏത് ഇഷ്ടം പോലെ പുല്ലുണ്ട്. നമ്മുടെ പാലക്കാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ചന്തം പോലെ പുല്ലാണ്. ആടുകള് ഉള്ളിപ്പോയത് കാണാനേ ഇല്ല. ഇത് എവിടെയാണ് ആട് മേയുന്നതെന്ന് അറിയണില്ല. അത്രയും തൂന പൊത്തി നിൽക്കുകയാണ് പുല്ലിനെ കൊണ്ട്. തഴച്ചു വന്നിരിക്കുകയല്ലേ. അതാണ്, ഒളിഞ്ഞു കളിക്കും പോലെ ഇപ്പൊ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോ ആട്ടണെങ്കിലേ എനിക്ക് ഒരുപാട് പാടാണ്. എവിടെയാണ് എന്ന് അറിയില്ലല്ലോ. അപ്പൊ ശരിയെന്നാ, നാം മെല്ലെ നേരം വീഴുന്നു, ആട്ടിട്ട് പോട്ടെ. ആടും കിട്ടുവാ.